ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെപ്പോൾ? 1919 ഏപ്രിൽ 13. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതിയെ വിളിച്ചിരുന്ന പേരെന്ത്? ബാർട്ടർ സമ്പ്രദായം. മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പിൻ്റെ പേരെന്ത്? ബാബർനാമ. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം ഏതായിരുന്നു? ഹരപ്പൻ സംസ്കാരം. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമേതാണ്? നായ. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാര്? ഭാസ്കരാചാര്യർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയുടെ പേരെന്ത്? എക്സോസ്ഫിയർ. ജാഗിർദാരി സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഏത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ഇഖ്ത. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണ്? ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോൾ? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യമേത്? ഈജിപ്ത്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? അയർലൻഡുകാരനായ ജോൺ ജോസഫ് മർഫി. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എവിടെയാണ്? പുരാതന ഗ്രീസിലെ ഏഥൻസിൽ. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഹെറോഡോട്ടസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905 ഓഗസ്റ്റ് 7. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം? 2013. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഇൽത്തുമിഷിൻ്റെ മകളായ സുൽത്താന റസിയ. ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരി ആര്?
പൃഥ്വിരാജ് ചൗഹാൻ. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? ഇ.വി. രാമസ്വാമി നായ്ക്കർ. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗം ഏത്? ഭൂവൽക്കം. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞ ആരാണ്? ഇ.കെ. ജാനകി അമ്മാൾ. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമായ പാരാലിമ്പിക്സ് ആരംഭിച്ചതെന്ന്? 1948. യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ടറൈറ്റ്. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ജ്യോതിറാവു ഫുലെ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിൽ വെച്ചാണ്? മിസോസ്ഫിയർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിൽ ജനിച്ചു. ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1918. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര ഒട്ടക വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷമേത്? 2024. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്തേക്ക് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇഗ്ലൂ. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരകമേത്? കുത്തബ് മിനാർ. തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ ആരായിരുന്നു? പല്ലവന്മാർ. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പീഠഭൂമി ഏത്? പാമീർ പീഠഭൂമി. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രമേത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്?